ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായി ദൈവത്തിന് പിന്നെയും മഹത്വവും സ്തുതി അർപ്പിക്കുന്ന കൂടെ ദൈവവചന കേൾവിക്ക് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും വചനം ഹൃദയത്തിൽ ഏറ്റെടുത്ത് ദൈവികമായിരിക്കുന്ന ആലോചന പ്രകാരം ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ച് വിശുദ്ധിയോടും വേർപാടോടും ദൈവത്തെ അനുസരിച്ചും വചനപ്രകാരവും ജീവിച്ച് ദൈവപ്രസാദത്തിന് വേണ്ടി ആത്മാർത്ഥത കാണിക്കുന്ന ആത്മിക ഭൗതിക ജീവിതങ്ങളിൽ ജയം പ്രതീക്ഷിക്കുന്ന എല്ലാ വചന കേൾവിക്കൊരുങ്ങിയിരിക്കുന്ന ദൈവമക്കൾക്കും എൻ്റെ വിനീതമായിരിക്കുന്ന സ്നേഹവന്ദനങ്ങൾ. ഇത് ഈ വർഷത്തിൻ്റെ അവസാനത്തെ മാസമാണല്ലോ. നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മീയ യുദ്ധമുണ്ട്. ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്ന് ശത്രുവിനോട് പോരാടുവാൻ ദൈവം തെരഞ്ഞെടുത്ത സൈന്യമാണ് ദൈവത്തിൻ്റെ ജനം. ആ ഒരു നിലവാരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു വരികയാണ്. ഒരു വാക്കോടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഒരു ഭാഗം പഴയ നിയമത്തിൽ നിന്ന് ഓർപ്പിക്കുക. ബലത്തിനും ശക്തിക്കും കൃപയ്ക്കുമൊക്കെ കാരണമായി തീരട്ടെ. നമ്മുടെ ഹൃദയം ഉജ്ജ്വലമായി പ്രകാശിക്കട്ടെ. ദൈവം നമ്മളെ എത്രത്തോളം സഹായിക്കും, ദൈവത്തിനു വേണ്ടി നിന്നാൽ എന്നുള്ള കാര്യം നിങ്ങളെ ആത്മാർത്ഥമായിട്ട് ബോധിപ്പിക്കാൻ ഈ ഭാഗം, ഈ ചിന്ത, ഈ ധ്യാനം ഉതകട്ടെ എന്നെല്ലാം എൻ്റെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു. ഈ പറയുന്ന ചെറിയ സന്ദേശം കേവലം ഒരു കേൾവിക്ക് മാത്രമല്ല, വിശ്വസിച്ചേറ്റെടുക്കുന്നവർക്ക് ഭയങ്കര ജയം നൽകട്ടെ എന്ന് മനസ്സുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പഴയ നിയമത്തിലെ യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം 12, 13, 14 വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പാരഗ്രാഫാണത്. യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം 12 മുതൽ താഴേക്കുള്ള 1-2 വാക്യങ്ങൾ വായിക്കുന്നു. എന്നാൽ യഹോവ അമോര്യരെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യോശുവ യഹോവയോട് സംസാരിച്ചു. ഇസ്രായേൽ മക്കൾ കേൾക്കെ, സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിലും നിൽക്ക എന്ന് പറഞ്ഞു. ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യൻ നിന്നു, ചന്ദ്രനും നിശ്ചലമായി. ശൂരന്മാരുടെ പുസ്തകത്തിൽ ഇതിനെ എഴുതിയിരിക്കുന്നു. ഇങ്ങനെ സൂര്യൻ ആകാശമധ്യേ ഒരു ദിവസം മുഴുവൻ അസ്തമിക്കാതെ നിന്നു. യഹോവ ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ടനുസരിച്ച ആ ദിവസം പോലെ ഒരു ദിവസം അതിന് മുമ്പും അതിന് പിൻപും ഉണ്ടായിട്ടില്ല. യഹോവ തന്നെയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. വേദപുസ്തക ചരിത്രത്തിലെ പ്രസിദ്ധമായിരിക്കുന്നൊരു സംഭവമാണ്. ലോക ചരിത്രത്തിൽ തന്നെ ഇത്ര ചിന്തനീയമായിരിക്കുന്ന ഒരു വസ്തുത, ആളുകൾക്കൊത്തിരി സംശയം ജനിപ്പിക്കാവുന്ന ഒരു വസ്തുത. യോശുവ ഇസ്രായേൽ മക്കളെ കനാനിലെത്തിച്ച് അവർക്ക് വേണ്ടി ദൈവം കൊടുത്ത കനാൻ്റെ മണ്ണ് ഗോത്രങ്ങൾക്ക് ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു കൊടുക്കാൻ ദൈവം നിയോഗിച്ച നേതാവായിരുന്നു യോശുവ. മോശയെ ദൈവമായ കർത്താവ് അവരെ പിടിച്ചു വച്ചിരുന്ന ഫറവോൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ച് കനാനിലേക്ക് എത്തിക്കാൻ വേണ്ടി മരുഭൂപ്രയാണത്തിൽ നയിച്ച നായകനായിരുന്നു മോശ. ഓരോരുത്തർക്കും വ്യത്യസ്തമായ കൃപയും വ്യത്യസ്തമായ കഴിവും വ്യത്യസ്തമായ ശുശ്രൂഷയുമാണ് ദൈവം കൊടുക്കുന്നത്. ഓരോരുത്തർക്കുള്ള വിളി വ്യത്യസ്തമാണ്. മോശയെ വിടുവിക്കാനും നയിക്കാനുമാണ് വിളിച്ചിരുന്നതെങ്കിൽ യോശുവയെ യുദ്ധം ചെയ്ത് ജനത്തിൻ്റെ അവകാശം മേടിച്ചു കൊടുക്കാനാണ് വിളിച്ചിരിക്കുന്നത്. ശുശ്രൂഷകന്മാർക്കും ഇതുപോലത്തെ കൃപാവരത്തിൻ്റെ വ്യത്യാസമുണ്ട്. ചില വീടുകൾ കയറി ശത്രുവിൻ്റെ കയ്യിലിരിക്കുന്ന ജനത്തെ, അന്ധകാരത്തിലും ദുഷ്ടസേനയിലും അടിമകളായിരിക്കുന്ന ജനത്തെ, പ്രകൃതിയാൽ സ്വഭാവത്താൽ ദൈവമല്ലാത്തവർക്ക് അടിമകളായിരിക്കുന്ന ജനത്തെ വിടുവിച്ച് അവരെ ഒരു ഇടയ ശുശ്രൂഷ ചെയ്ത് എത്തേണ്ടിടത്തേക്ക്, ലക്ഷ്യസ്ഥാനത്തേക്ക്, സ്വർഗീയ കനാലിലേക്ക് നയിക്കാൻ പ്രത്യേകം കൃപ ലഭിച്ച മോശയെപ്പോലത്തെ ശ്രേഷ്ഠരായ ദൈവദാസന്മാരുണ്ട്. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരിന്ന് കാലുകുത്തി പ്രാർത്ഥിച്ചാൽ മതി, അവരും തലേ കൈവച്ച് പ്രാർത്ഥിച്ചാൽ മതി, അവരിങ്ങ് കെട്ടഴിഞ്ഞു പോരും. നിസ്സാരമല്ല ആ കാര്യം. ഫറവോൻ്റെ അടുക്കുന്ന ജനത്തെ വിടുവിച്ചതിൻ്റെ ബുദ്ധിമുട്ട് വേദപുസ്തകത്തിൽ വായിച്ചിട്ടില്ലേ? അന്ധകാര കെട്ടിൽ നിന്ന് ജനത്തെ വിടുവിക്കുക എന്നുള്ളത് ഒരു വലിയ ശുശ്രൂഷയാണ്. അവരെ മരുഭൂമിയിലൂടെ കലക്കമില്ലാതെ ഒറ്റ മനസ്സോടെ നയിക്കുക എന്ന് പറയുന്നത് ഒരു ഇടയൻ്റെ മനസ്സ്, ഒരപ്പൻ്റെ മനസ്സ്, ഒരമ്മയുടെ മനസ്സുള്ളവർക്കേ പറ്റുള്ളൂ. ക്ഷമിക്കാനും പൊറുക്കാനും അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാനും ഒരു ധാത്രിയെപ്പോലെ ചുമക്കാനും ഒക്കെ
അങ്ങനെ നമ്മളെ വഹിക്കുന്നവരുണ്ട് കേട്ടോ, ഇടയ ശുശ്രൂഷ ചെയ്യുന്നവർ. എന്നാൽ മറ്റൊരു കൂട്ടരുണ്ട്, ദൈവം തൻ്റെ ജനത്തിന് അവകാശമായിട്ട് പറഞ്ഞിരിക്കുന്നത് അത് വിട്ടുകൊടുക്കാൻ സമ്മതിക്കാത്ത ദുഷ്ടശക്തികൾ, ജാതീയ ശക്തികൾ പിടിച്ചു വച്ചിരിക്കുന്ന ദൈവജനത്തിൻ്റെ അവകാശങ്ങൾ, ആ അവകാശങ്ങളെ ജനത്തിനു വേണ്ടി ദൈവത്തിൽ ആശ്രയിച്ച് യുദ്ധം ചെയ്ത് ജനത്തിനത് അവകാശമാക്കി കൊടുക്കുന്ന യോദ്ധാക്കളെ പോലത്തെ ശുശ്രൂഷകന്മാർ ഇന്നുമുണ്ട്. ദൈവാത്മാവിൽ ഞാൻ ഈ പറയുന്ന ഇന്നുമുണ്ട്. ശുശ്രൂഷയ്ക്ക് വ്യത്യാസമുണ്ട്. നിങ്ങൾ അനുഭവിക്കേണ്ട നന്മകൾ, നിങ്ങളുടെ അവകാശങ്ങൾ, നിങ്ങളുടെ കുടുംബ ഭദ്രത, നിങ്ങളുടെ തലമുറ, നിങ്ങളുടെ വടിയും വരുമാനവും ഇതെല്ലാം വിട്ടുതരാതെ ദൈവം അനുവദിച്ചിട്ടും ഏൽപ്പിച്ചു തന്നിട്ടും അനുഭവിക്കേണ്ടവരെ കൊണ്ട് അനുഭവിപ്പിക്കാതെ പുരാതന അവകാശം പിടിച്ചു വെച്ച് എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു വെച്ചിരിക്കുന്ന ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് യുദ്ധം ചെയ്ത്, അത് പോരാട്ടമാണ്, പിടിച്ചു വാങ്ങിച്ചു തരാൻ അഭിഷേകമുള്ള, കൃപയുള്ള, ദൈവത്തിൻ്റെ ആത്മനിറവോടെ ജനത്തിന് വേണ്ടി അടരാടാൻ ദൈവം നിയോഗിച്ച, അപ്പോയിൻമെൻ്റ് ചെയ്ത അഭിഷിക്തന്മാരുണ്ട്. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൃപാവരത്തിനും ശുശ്രൂഷകൾക്കും വ്യത്യാസമുണ്ടെന്ന് പറയാൻ ഈ ആമുഖത്തിൽ ദൈവം എന്നെ പ്രേരിപ്പിച്ചു. അത്രയേ ഉള്ളൂ. യോശുവ പോരാടി ജനത്തിനു വേണ്ടി ദൈവം അനുവദിച്ചത് പിടിച്ചു കൊടുക്കുന്ന ശക്തനായ ശുശ്രൂഷകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ, അല്ലെങ്കിൽ യോശുവയുടെ പുസ്തകത്തിൽ ആ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാ, അമോര്യ രാജാക്കന്മാർ 5 പേരാണ്. യോശുവ ചെല്ലുമ്പോൾ യെരൂശലേം അടക്കമുള്ള, ഹെബ്രോൻ, യെരൂശലേം അടക്കമുള്ള 5 രാജാക്കന്മാർ, ഇവരെല്ലാവരും കൂടി ഒന്നിച്ചുകൂടി മറ്റൊരു ചെറിയ കൂട്ടത്തിനെതിരെ ശക്തമായ പോരാട്ടത്തിന് തയ്യാറായി. അതിന് കാരണം യോശുവ കനാനിൽ ചെന്ന് ഹായി പട്ടണവും യെരിഹോ പട്ടണവും ഒക്കെ പിടിച്ചു. അടുത്തത് യെരൂശലേമിലേക്ക് ലക്ഷ്യം വയ്ക്കുക. അവിടേക്ക് ചെല്ലും എന്നുള്ള നിർണയത്തിൽ ഇവർ സംഘം ചേർന്ന് ഒരുമിച്ച് ഇസ്രായേലിനോട് കൂടി നിൽക്കുന്നവരെയും എതിർക്കാൻ വേണ്ടി പദ്ധതിയിട്ടു. യോശുവ യുദ്ധത്തിനിറങ്ങിയാണ്. അന്ന് സംഭവിച്ചൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ധ്യാനം ദൂത് നിങ്ങൾക്ക് കൈമാറി ആഹ്വാനങ്ങൾ തന്നെ അവസാനിപ്പിക്കാം. അതാണ് നമ്മൾ വായിച്ച പാരഗ്രാഫിനകത്ത്. എന്താ പറഞ്ഞത്? അന്ന് യുദ്ധം നടക്കുക, കൊടുമ്പിരി കൊണ്ട യുദ്ധം. 5 ശക്തമായിരിക്കുന്ന സംഘടിത ശക്തികൾ ഒന്നിച്ചു ചേർന്ന് നിന്നുകൊണ്ട് സായുധരായി ഇസ്രായേലിനെതിരെ പോരാടുകയാണ്. വൈകുന്നേരമായി. സാധാരണ സ്തോത്രം യോശുവയ്ക്ക് അത്രയും സ്ട്രഗിൾ ചെയ്യേണ്ടി വരാറില്ല. കാരണം ദൈവം കൂടെ ഉണ്ടല്ലോ. എന്ത് ചെയ്യണമെന്നറിയില്ല. സായാഹ്നമായി. രാത്രിയിലെ യുദ്ധം ശുഭകരമല്ല. പച്ചയ്ക്കാൻ പറയുകയാണ് സ്തോത്രം, അക്ഷരീകമായി. അതുകൊണ്ട് സ്തോത്രം എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുന്ന സമയത്ത് അവിടെ 12-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: യോശുവ യഹോവയോട് സംസാരിച്ചു. യുദ്ധം നീണ്ടുപോകുന്നു. പ്രതീക്ഷിച്ച സമയത്ത് തീരുന്നില്ല യുദ്ധം. ജനം, പടയാളികൾ തളരുന്നു. സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു. ഒന്നുമായിട്ടില്ല. 5 കൂട്ടം ആളുകൾ ഒന്നിച്ച്, 5 പ്രാദേശിക രാജാക്കന്മാർ ഒന്നിച്ച് നിന്ന് പടപൊരുതുകയാണ്. ഒരു സംഘടിത ശക്തിയോട് പോരാടുകയാണ്. സാധാരണ ഇത്രയും സ്ട്രഗിൾ ചെയ്യേണ്ടി വരാറില്ല. ദൈവം കൂടെയുണ്ട്. യുദ്ധത്തിൽ സ്തോത്രം ഇത്രയും ബുദ്ധിമുട്ടേണ്ടി വരാറില്ല. കയറി പിടിക്കുക ചെയ്യാറുള്ളേ. ഇവിടെ തളരുകയാണോ എന്താണെന്നറിയാതിരിക്കുന്ന സമയത്ത് പട്ടാള നായകൻ, സ്തോത്രം സൈന്യത്തിന് നയിക്കാൻ വേണ്ടി ദൈവം നിയോഗിച്ചവൻ, സൈന്യാധിപനായിരിക്കുന്ന ദൈവത്തോട് സംസാരിച്ചു. ഞാനൊരു 1-ാമത്തെ ദൂത് പറയട്ടെ. പോരാട്ടം നീളുമ്പോൾ, പിടിച്ചു നിൽക്കാൻ പറ്റാതെയാകുമ്പോൾ, ഒത്തിരി നാളായി കരയാൻ തുടങ്ങി, ഒത്തിരി പ്രാവശ്യം ഉപവസിക്കുമ്പോൾ, എന്തു ചെയ്യണമെന്നറിയാതിരിക്കുമ്പോൾ, ഇനി എന്ത് വേണമെന്നറിയാതിരിക്കുമ്പോൾ, അവിടെ നായകനൊരുവനുണ്ട്, സർവശക്തനായ ദൈവം. ദൈവത്തെ വിളിക്കുന്നത് സൈന്യങ്ങളുടെ യഹോവ. യോശുവ ദൈവത്തോട് പ്രാർത്ഥിച്ചെന്നല്ല, സംസാരിച്ചു. ആ ഒരു ഇൻറ്റിമസി യുദ്ധം ചെയ്യുന്നവർക്കുണ്ടാകണം. കേൾക്കണേ, നമ്മൾ യുദ്ധം ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിക്കുക. പോരാട്ടം. ഈ പോരാട്ടത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിട്ട് നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. ദൈവത്തോട് സംസാരിക്കാൻ ഇടനിലക്കാരില്ലാതെ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തോട് സംസാരിക്കാൻ. ദൈവത്തോട് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നവരുണ്ട്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ദൈവത്തോട് സംസാരിക്കുന്നവരുണ്ട്. എൻ്റെ ഒരു ചിന്ത ബൈബിളിൽ നിന്ന് പറയാം. പ്രാർത്ഥനയേക്കാൾ കുറച്ചുകൂടെ അടുപ്പമുള്ളതാണ് സംസാരിക്കുക എന്ന് പറയുന്നത്. ദൈവത്തോട് നേരിട്ട് സംസാരിപ്പാൻ വിളി ലഭിച്ച ദൈവമക്കൾ, അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള വാക്ക് ശരിയാണെന്നറിയില്ല. ദൈവത്തോട് സംസാരിക്കണം. ഓരോ തിരിവിലും, ഓരോ കാര്യത്തിലും എന്തു വേണമെന്ന്
സ്വർഗത്തോട് സംസാരിക്കും, ദൈവത്തോട് സംസാരിക്കണം. ദൈവം അതിന് ധാരണ കൊടുക്കും. എൻ്റെ പൂർണ്ണമായ വിശ്വാസം, ദൈവത്തോട് സംസാരിച്ച ശേഷം യോശുവ ഇറങ്ങി നിന്നിട്ട് സൂര്യനോട് പറയുകയാണ്, സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിലും നിൽക്ക എന്ന് ജനം കേൾക്കെ വിളിച്ചു പറഞ്ഞു. സ്തോത്രം. കേൾക്കണേ. അടുത്തത്, തൻ്റെ ശത്രുക്കളോട് പോരാടി അവരെ ജയിക്കുവോളം സൂര്യൻ സ്തോത്രം ഗിബയോനിൽ നിന്നു, ചന്ദ്രൻ അയ്യാലോൻ താഴ്വരയിൽ നിശ്ചലമായി. ഇതുപോലത്തെ ഒരു ദിവസം അതിന് മുമ്പോ പിൻപോ ഉണ്ടായിട്ടില്ല. കേൾക്കണേ. അപ്പം ഞാൻ വിചാരിക്കുന്നു, മനുഷ്യൻ്റെ വാക്ക് കേട്ട് എന്നൊരു വാക്ക് കണ്ടപ്പോൾ 4-ാമത്തെ വാക്യത്തിൽ ദൈവവും യോശുവയും കൂടി സംസാരിച്ചപ്പോൾ അതുവരെ ഇല്ലാത്ത ഒരു യുദ്ധതന്ത്രം ഇവർ തമ്മിൽ സംസാരിച്ചപ്പോൾ ദൈവം പറഞ്ഞു കൊടുത്തതാണെന്ന് വിചാരിക്കുന്നു ഞാൻ. സൂര്യനോട് നിൽക്കാൻ, ചന്ദ്രനോട് നിൽക്കാൻ ആ വാക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ സൂര്യൻ നിന്നു, ചന്ദ്രൻ നിശ്ചലമായി. അതിനർത്ഥം ഞാൻ ഇങ്ങനെ പറഞ്ഞ് സ്തോത്രം അവസാന ഭാഗത്തേക്ക് വരാം. കേൾക്കണേ. സന്നിധാനത്തിൽ ദൈവത്തോട് വിഷയം പറയുമ്പോൾ സ്വന്തം ബുദ്ധി കൊണ്ടും സ്വന്തം ഇഷ്ടത്തിനും ആരെങ്കിലും പറയുന്ന കേട്ടല്ല, ദൈവത്തോട് നീ സംസാരിക്കണം. അപ്പോൾ ഇനി നിൻ്റെ വീട്ടിൽ എന്ത് ചെയ്യണം? ഇനി നിൻ്റെ ഈ പരാജയം, ഈ യുദ്ധം നീണ്ടുപോകാതെ, പരാജയം ഏറ്റെടുക്കാതെ എന്ത് ചെയ്യണമെന്ന് ദൈവം പറഞ്ഞു തരും. യോശുവയ്ക്ക് ദൈവം ഇത് പറഞ്ഞു കൊടുത്തത്, ഈ താല്പര്യം, ഈ ധാരണ പറഞ്ഞു കൊടുത്തത് ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ വാക്കുകൾ അങ്ങനെ വരേണ്ട കാര്യമില്ലല്ലോ. നീ തളരുകയാണോ? പരാജയപ്പെടാൻ പോവാന്നുള്ള മനഭീതി വരികയാണോ? തളർന്ന് കൈ ഓരത്തിൽ നിന്ന് പറഞ്ഞു പോകുന്നത് പോലത്തെ പ്രയാസം അനുഭവിക്കുകയാണോ? മനസ്സിടുകയാണോ? ചെയ്യേണ്ടത് ദൈവത്തോട് സംസാരിക്കുക. എനിക്ക് വയ്യപ്പ, എങ്ങനെയാണെന്നറിയില്ല, ഇതുവരെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടില്ല. ഞാൻ വളർന്നു വന്ന സാഹചര്യം, ഞാൻ ജനിച്ചു വന്ന സാഹചര്യം, അവിടെയൊന്നും ഇത്രയും വലിയ പ്രതികൂലങ്ങൾ കണ്ടിട്ടില്ല, ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ടില്ല, ഇതുപോലത്തെ നിന്നയുടെ മുമ്പിൽ നിന്നിട്ടില്ല, ഇതുപോലെ തലകുനിക്കേണ്ടി വന്നിട്ടില്ല, ഇതുപോലെ എൻ്റെ ഉള്ളത്തിൻ്റെ ഉള്ളിൽ പെടഞ്ഞിട്ടില്ല, അഗ്നിപർവ്വതം പുകയുന്നതുപോലെ പുകയേണ്ടി വന്നിട്ടില്ല. എന്തു ചെയ്യണം എനിക്കറിയില്ല. ദൈവത്തോട് സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ വീടുകളെ നോക്കി പറയുന്നു, നിങ്ങളുടെ കുടുംബങ്ങളെ നോക്കി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കയ്യിലില്ലാത്ത, പ്രവാചകൻ്റെ കയ്യിലില്ലാത്ത, നിങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്ന നിങ്ങളുടെ കർത്തൃദാസന്മാരുടെ കയ്യിലില്ലാത്ത എന്തോ യുദ്ധമുറകൾ, എന്തോ വിജയരഹസ്യങ്ങൾ നിങ്ങളോട് പറയാൻ ദൈവത്തിനുണ്ട്. ദൈവം അത് പറയാതിരിക്കില്ല. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ദൈവമക്കളെ, ഇതുവരെ ലോകത്തിൽ ആർക്കും പറഞ്ഞു കൊടുക്കാത്ത ചില രഹസ്യങ്ങൾ ഈ പോരാട്ടത്തിൽ, നിന്റെ കുടുംബത്തോടും കുഞ്ഞുങ്ങളോടും പോരാടുന്ന പോരാട്ടത്തിൽ ദൈവത്തിന് പറഞ്ഞു തരാനുണ്ട്. അത് വേറെ ആർക്കും പങ്കുവെക്കില്ല, ഇടനിലക്കാരിലൂടെ പറയില്ല. നീ ദൈവത്തോട് സംസാരിക്കുമ്പോൾ മുൻകാല ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാത്ത എന്തോ കാര്യം ദൈവം നിന്നോട് പറയാനുണ്ട്. യോശുവയ്ക്ക് പറഞ്ഞു കൊടുത്തതുപോലെ യോശുവ ദൈവത്തോട് സംസാരിച്ചിട്ട് ഇറങ്ങി വന്നിട്ട് ജനത്തിൻ്റെ മധ്യത്തിൽ വെച്ച് പറഞ്ഞു, സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിലും നിൽക്കുക. അവരവിടെ നിന്നു, ശത്രുക്കൾ തോക്കുവോളം. ഞാൻ ഇങ്ങനെ പറഞ്ഞ കൺക്ലൂഷനിലേക്ക് വരാം. യോശുവയുടെ മനസ്സിനകത്ത് തിങ്ങി നിന്ന വാക്കും ചിന്തയും ഇതായിരിക്കാം: ഇസ്രായേലിൻ്റെ പരാജയം കണ്ടിട്ട് സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് ഊളിയിട്ട് പോകണ്ട. സ്തോത്രം, ഹല്ലേലൂയ. ചന്ദ്രൻ ഉദിച്ച് കയറി വരുന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ പരാജയം, 5 രാജാക്കന്മാരോട് തോറ്റു എന്നുള്ള വാർത്തയല്ല. സ്തോത്രം, അടുത്ത പ്രഭാതത്തിൽ വരേണ്ടത്. അതുകൊണ്ട് ദൈവം പറഞ്ഞു കൊടുത്തു, നിന്റെ ജയം കണ്ടിട്ട് ഇന്നത്തെ ദിവസം അസ്തമിച്ചാൽ മതി. സ്തോത്രം, ഹല്ലേലൂയ. ആ നിലവാരത്തിൽ സൂര്യൻ നിന്നു. ഇങ്ങനത്തെ ഒരു ദിവസം വേറെ ഉണ്ടായിട്ടില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം: നിന്റെ പരാജയം കണ്ടിട്ട് ഒരു ദിവസം അസ്തമിക്കരുത്. നീ തോറ്റ് നിരാശപ്പെട്ട് ഒരു ദിവസം തീരരുത്. 2020 തീരാൻ പോവുക. ഞാൻ ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരു പ്രത്യേക ദൂതും ഒരു പ്രത്യേക ആഹ്വാനം തരട്ടെ. 2020 ഇനി കുറച്ച് ദിവസത്തോടെ ബാക്കിയുണ്ട്. ഡിസംബർ 31 അതിര് കടക്കുന്നത് നിന്റെ തോൽവി കണ്ടിട്ടായിരിക്കരുത്. ഈ വർഷത്തിൽ കയറിയ കാലം മുതൽ നീ കരയുന്ന വിഷയത്തിനെ അതുപോലെ തന്നെ നിനക്ക് സമ്മാനിച്ച് നിന്നെ നെഞ്ചത്തേക്ക് വാരിയിട്ടിട്ട് 2020 പോകരുത്. 2020
2020 നിൻ്റെ ജയം കണ്ടിട്ടേ പോകാവൂ. 2020 നിൻ്റെ കുഞ്ഞിൻ്റെ ജയം കണ്ടിട്ടേ പോകാവൂ. നിൻ്റെ മക്കൾ അതിര് കടന്നു പോകണം. അവർ വിജയിക്കണം. അവർ പരീക്ഷകളിൽ വിജയിക്കണം. അവർ രാജ്യങ്ങൾക്കപ്പുറം പോകണം. നിൻ്റെ കുടുംബം സമാധാനം കൈവരിക്കണം. നീ നന്മ കാണണം. നിന്നോട് പറഞ്ഞ വാഗ്ദത്തം നിറവേറണം. സ്വർഗത്തിൽ ദൈവം അത് ചെയ്യാൻ പോവുക. അതുകൊണ്ട് 2020 നിന്നെ വിട്ട് കടന്നു പോകുന്നത് പരാജയം കണ്ടിട്ടായിരിക്കരുത്, കണ്ണുനീര് കണ്ടിട്ടായിരിക്കരുത്, തകർച്ച കണ്ടിട്ടായിരിക്കരുത്. ഈ ആണ്ട് കടന്നു പോകുന്നത് നിന്റെ ജയം കണ്ടിട്ടായിരിക്കണം. ഈ വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജയം നിനക്ക് തരാൻ ദൈവം നിശ്ചയിച്ചിരിക്കുമ്പോൾ, കൊടുമ്പിരി കൊണ്ട പ്രശ്നങ്ങളുടെ നടുവിൽ കടക്കുമ്പോൾ, 2020 ഡിസംബർ മാസത്തിൽ നിൻ്റെ വീട്ടിൽ 2020 കലണ്ടർ എടുത്ത് കളയുന്നത് നീ ചോദിച്ച് പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മറുപടി കൈ കിട്ടിയിട്ടായിരിക്കണം. അതിനു വേണ്ടി ഈ മാസം 21 ദിവസം ഉപവസിക്കാൻ തീരുമാനിക്കുക. 11-ാം തീയതി മുതൽ 31-ാം തീയതി വരെ കമ്പൽ ചെയ്യുകയല്ല, നിർബന്ധിക്കുകയല്ല. ഈ ദൂതിൻ്റെ വെളിച്ചത്തിൽ 2020 നമ്മളെ വിട്ട് കടന്നു പോകുന്നത് ജയം കണ്ടിട്ടായിരിക്കണം. എൻ്റെ ജയം, നിൻ്റെ കുഞ്ഞിൻ്റെ ജയം, നിൻ്റെ സൗഖ്യം, നിൻ്റെ വിടുതൽ, നിനക്ക് കിട്ടാനുള്ള നന്മ കിട്ടണം. നിൻ്റെ കുടുംബജീവിതത്തിന് സന്തോഷം വരണം. നിൻ്റെ മകളുടെ കല്യാണം നടക്കണം. നിൻ്റെ മകൻ വിദേശ രാജ്യത്തെത്തണം. IELTS OET ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഈ കൊല്ലം അതിൻ്റെ ജയം കൈവരിക്കണം. വഴിത്താരകൾ വെട്ടിത്തുറക്കണം. എന്നിട്ടേ 2020 പറഞ്ഞു വിടാവൂ. സൂര്യൻ അസ്തമിക്കരുത്, ചന്ദ്രൻ നിശ്ചലമാകണം. എൻ്റെ ജയം കണ്ടിട്ട് പോയാൽ മതി. എൻ്റെ ദൈവം എന്നോട് പറഞ്ഞ് വാഗ്ദത്തം നിറവേറുന്നത് കണ്ടിട്ട് നീ പോയാൽ മതി, നിൽക്കവിടെ എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്താൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ രഹസ്യ അജണ്ട ദൈവം കൈമാറുകയാണ്. പ്രാർത്ഥിക്കാൻ തയ്യാറുള്ളവർ ഒരുങ്ങിക്കൂ. നമുക്ക് ഒരുമിച്ച് പ്ലാൻ ചെയ്യാം, പ്രാർത്ഥിക്കാം. ഡിസംബർ 11 മുതൽ 31 വരെ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. ഭാഗികമായ പൂർണ്ണമായിട്ടൊക്കെ പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. സ്വർഗം പ്രവർത്തിക്കും. നമ്മുടെ ജയം കണ്ടിട്ടേ ഈ വർഷം പോകത്തുള്ളൂ. ദൈവാത്മാവ് പറയുന്നു, പ്രാർത്ഥിക്കുന്നവർ നിങ്ങളുടെ കൂടെയുണ്ട്, ദൈവം അനുഗ്രഹിക്കും. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഈ ആഹ്വാനപ്രകാരം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക, ഇതൂത് വെച്ച് പ്രാർത്ഥിക്കുക. ഒത്തിരി പേർ വർഷങ്ങളായി പോരാടുന്നു. യോശുവയെപ്പോലെ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നു. ദൈവം ജയം തരുന്നവനാ. ഞങ്ങളോട് സംസാരിക്കണേ. ഞങ്ങളിനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരണേ. ആർക്കും ചെയ്തു കൊടുക്കാത്ത അത്ഭുതം ഈ ആണ്ടിൽ പ്രാർത്ഥിക്കുന്ന, ഈ വാട്സാപ്പ് മെസ്സേജ് കേൾക്കുന്ന ദൈവമക്കൾക്ക് ചെയ്തു കൊടുക്കണേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണേ പിതാവേ. ആമേൻ. അങ്ങെപ്പോ